ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കാരമൽ പായസമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു നുറുക്ക് ഗോതമ്പ് പായസം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും മാക്സിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഒരു 1.5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുത്തത് അതിൻ്റെ ഞാനൊരു കപ്പാണ് എടുത്തത്. അപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു അടുപ്പിലോട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട, പഞ്ചസാര ഇതേപോലുള്ള ഒരു പാത്രത്തിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉരുകിയിട്ട് ഈ ഒരു കളറിലായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുവരെ നമ്മൾ ഇളക്കമൊന്നും ചെയ്യേണ്ട, അവിടെ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ അത് മെൽറ്റായിട്ട് കാരമലായി വരും. അപ്പോൾ നമ്മളെ കാരമൽ ഇവിടെ നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ചാക്കി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരമൽ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ആദ്യം തന്നെ 1 കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ 1 കപ്പ് ഇതിലോട്ട് ഗോതമ്പ് നുറുക്കിലോട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പശു പാലാണ് എടുത്തിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ കട്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ ചൂടായി കഴിഞ്ഞാൽ മെൽറ്റായി വരും. ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കാണ് നമ്മൾ കുക്കറിലെ വിസിലൊക്കെ വന്നിട്ട് ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഈ മിക്സിലോട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഒരു 5 മിനിറ്റ് വേണ്ട 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായും പിന്നെ ഈ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് 2-3 മിനിറ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ കൈവെക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി വെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ വേണ്ടു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കുറേ ടൈം കഴിയുന്തോറും ചിലപ്പോൾ ഒന്ന് തിക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് പാലോ അല്ലെങ്കിൽ ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പായസത്തിന് മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈസി ആയിട്ടുള്ള കാരമൽ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ നുറുക്ക് ഗോതമ്പ് പായസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടൊന്ന് പോയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അതൊരു പാൽപ്പായസം മോഡലാണ്. അപ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് ഇത്. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റുള്ള പായസം തന്നെയാണ്. അപ്പോൾ രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ രണ്ടൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. താങ്ക് യു.